ഹലോ. എല്ലാവരും സന്തോഷമായി സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. എല്ലാവരും പഠനമൊക്കെ എങ്ങനെ പോകുന്നു? ഉഷാറായി തന്നെ പോകുന്നില്ലേ? അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും വീഡിയോ ഇടാൻ പറ്റിയില്ല കേട്ടോ. കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡേ 1 കഴിഞ്ഞിട്ട് പിന്നെ ഡേ 1 കഴിഞ്ഞ് എനിക്ക് പിന്നെ ഒരു ദിവസം അന്നേരം പിന്നെ പഠനം നടന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതാ ഞാൻ അന്നേരം പിന്നെ വീഡിയോ ഇടാണ്ടിരുന്നത് കേട്ടോ. കുറച്ച് തിരക്കുകളൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ SCERTയിലെ ഓരോ ചാപ്റ്റർ പഠിച്ച ശേഷം SCERT മൊഡ്യൂൾ 1ലെയും മൊഡ്യൂൾ 6ലെയും ഓരോ ചാപ്റ്ററുകൾ പഠിച്ചു. പിന്നെ ഒരു ചാപ്റ്റർ പഠിച്ചിട്ട് രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം കൂടെ ഇരുന്ന് മാക്സിമം തീർക്കാനായിട്ട് ശ്രമിച്ചു കേട്ടോ. അന്നേരം അതിനകത്ത് SCERTയിലെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ഓരോ ചാപ്റ്റർ എട്ടിലത്തെ കെമിസ്ട്രിയുടെ ഒരു ചാപ്റ്റർ, അതുപോലെ ഫിസിക്സിലെ ഒരു ചാപ്റ്റർ, രണ്ടാമത്തെ ചാപ്റ്ററുകൾ തീർത്തു. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയാമ്പിളാണ് ഞാൻ പഠിച്ചത്. പ്രിയാമ്പിളിൻ്റെ കുറച്ച് ഒരുപാടുണ്ടല്ലോ. അപ്പം അതിനകത്ത് കുറച്ച് ഭാഗങ്ങൾ എന്ന് പറയുമ്പോൾ പ്രിയാമ്പിൾ തുടങ്ങി അങ്ങ് കുറച്ചധികം പോർഷൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതിനകത്ത് കുറേ ഭാഗങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി. പിന്നെ മൊഡ്യൂൾ 1ലെ തന്നെ പാർട്ടിക്കിൾ ഡൈനാമിക്സ് എന്ന പോർഷൻ, അതിൻ്റെ ഒരു പരിധി കുറച്ച് ഭാഗങ്ങളൊക്കെ തീർത്തു കേട്ടോ. പിന്നെ മൊഡ്യൂൾ 6ലെയാണ് ആറ്റം മോഡലിൻ്റെ എവിടേക്കാണ് അവരെന്ന് ഞാൻ കാണിച്ചു തരാം. ബോർ ആറ്റം മാതൃക പഠിച്ചായിരുന്നു. പിന്നെ അതുപോലെ ബോറിൻ്റെ കണ്ടെത്തലുകൾ, അങ്ങനെയൊക്കെയുള്ള ആ പോർഷൻസൊക്കെ തീർത്തു. പിന്നെ വരുന്നത് നമ്മൾ തരംഗ സ്വഭാവം, അങ്ങനെയൊക്കെയുള്ള ഓരോ പോർഷനുണ്ടല്ലോ. അതിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അപ്പോൾ പിന്നെ പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി നോക്കി. പ്ലാങ്കിൻ്റെ ക്വാണ്ടം തിയറി വരെയാണ് നോക്കിയത് ഞാൻ. ഇനിയിപ്പോൾ അടുത്തതായിട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നോക്കണം. പിന്നെ കഴിഞ്ഞ ദിവസം നോക്കിയ ചാന്നാർ റിവോൾട്ടും വൈക്കം സത്യാഗ്രഹവും, അത് രണ്ട് പോർഷൻസും കൂടെ കവർ ചെയ്തു. ഇത്രയൊക്കെയാണ് കഴിഞ്ഞ ഡേ 2 എനിക്ക് തീർക്കാൻ സാധിച്ചുള്ളൂ. ഇതുതന്നെ ഉണ്ടല്ലോ കുറച്ച് പോർഷൻസ്, ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും അത്രയും തന്നെയാണ് 2-3 ദിവസമായിട്ട് ഞാൻ കവർ ചെയ്തത്. കഴിഞ്ഞ ദിവസം സൺഡേ സാറ്റർഡേ ഒക്കെ ആയതുകൊണ്ട് അത്രയൊക്കെ പോർഷൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. മോനും ഇവിടെ ഇരിക്കുന്ന ദിവസമൊക്കെ അല്ലേ, അപ്പോൾ അവൻ്റെ കാര്യം നോക്കണം. അതുപോലെ മോളാണെങ്കിലും അവൾക്കും വയ്യായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും ഇത്രയും പോർഷൻസൊക്കെയാണ് എനിക്ക് കവർ ചെയ്യാൻ സാധിച്ചുള്ളൂ. അപ്പം നമ്മൾ എന്തെല്ലാം ഇതുണ്ടെങ്കിലും സമയം കണ്ടെത്തി, പഠിത്തത്തിന് സമയം കണ്ടെത്തി പഠിച്ചു പോകണം. അപ്പോൾ എല്ലാവർക്കും നന്നായി തന്നെ പഠിക്കാനൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. Then bye.